ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ബീഫ് അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ബീഫ് ചെറുതായി അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മാഗ്നേറ്റ് ചെയ്യാനുള്ള പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിരുമ്പി മുളകൊക്കെ അതിൽ പിടിക്കട്ടെ. അത് നന്നായി തിരുമ്പി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെയാണ് അച്ചാറിന് ചെറുതായി മുറിക്കേണ്ടത്. ഇനി നമുക്കിതിന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മസാല തിരുമ്പി വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 3-4 വിസിൽ വരും വരെ വെയിറ്റ് ചെയ്യാം. 3-4 വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 200 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും നന്നായി ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കാം. ഒക്കെ വെന്തു. നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കണത് നല്ലത്. കാരണം അതിലുണ്ടാക്കിയ കേട് വരാറില്ല. മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് ഇതിന്ന് കോരിയെടുക്കുന്നുണ്ട്. നന്നായി മൊരിയണ്ട, അത് പറഞ്ഞ് നല്ല മൊരിഞ്ഞാൽ പിന്നെ അത് കടിക്കാൻ കിട്ടില്ല. ഈ ഒരളവിൽ പൊരിച്ച് മാറ്റിയെടുക്കാം നമുക്ക്. അതവിടെ മാറ്റി വെച്ച് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ അതിലത്തെ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിൽ അച്ചാറുണ്ടാക്കാം. മൺചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. നീളത്തിലരിഞ്ഞ് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോ കൈപ്പിടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് പൊടികൾ ചേർക്കണം. പച്ചമുളകിൻ്റെ പച്ചമണം മാറി. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി പൊടികൾ ഇട്ട് കൊടുക്കണം. കറിവേപ്പില വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം. ഞാൻ 3 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂണ് കായം ഇട്ട് കൊടുക്കാം. സാമ്പാർ കായമാണ്. അതിന് ശേഷം 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്യാം. നല്ല മണം വരുന്ന നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഞാൻ പൊരിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത ബീഫ് നന്നായി ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം നന്നായി പിടിക്കട്ടെ.
ഇതാ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ബീഫിലെല്ലാം മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.